നമസ്കാരം. ഞാൻ സാജൻ, ചക്കരയുമ സാജൻ. ഇന്ന് പറയാനുള്ളത് നടി ശോഭയെക്കുറിച്ചാണ്. വലിയ ചെറുപ്രായം, ഒത്തിരിയധികം പുരസ്കാരങ്ങൾ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും, ചെറുപ്രായത്തിൽ തന്നെ ഇത്രയധികം പുരസ്കാരങ്ങൾ ലഭിച്ച ഒരു നടിയാണ് ശോഭ. എന്തിന് ശോഭ ഇങ്ങനെ ചെയ്തു? ഇതാണ് ചോദ്യം. ഞാനും ഇത് തന്നെയാണ് ചോദിക്കുന്നത്. എന്തിന് ചെയ്തു? നല്ലൊരു ജീവിതം, വളരെ ചെറുപ്പത്തിലെ ബാലതാരമായിട്ട് അഭിനയത്തിൽ തമിഴ് ചിത്രങ്ങളിലായിരുന്നു തുടക്കം. പിന്നീടാണത് മലയാളത്തിലേക്ക് വന്നത്. അമ്മ സിനിമാ നടി, അച്ഛൻ KP മേനോൻ, ഒരേ ഒരു മകള്. സിനിമ നടി ശോഭ എന്ന് പറയുന്നതിന് മുമ്പ് എൻ്റെ പേര് മഹാലക്ഷ്മി എന്നായിരുന്നു. കാഴ്ചയിലും രൂപത്തിലും മഹാലക്ഷ്മി തന്നെയാണത്. ഒരു സിനിമ ഗ്ലാമറുള്ള ലുക്കോ ഒരു തടിയോ ഒരു ബഹളമോ ഒന്നുമില്ലാത്ത ഒരു സാധാരണ പെൺകുട്ടി, പറന്നു നടക്കുന്ന ഒരു ചിത്രശലഭം പോലെ എന്നൊക്കെ പറയാവുന്ന ഒരു പെൺകുട്ടി. ഈ കുട്ടി എന്നോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ കുട്ടിയെക്കുറിച്ച് പറയാൻ കാരണം. അടുത്ത മാസം അതിൻ്റെ ഓർമ്മ ദിനമാണ്. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം തന്നെ ഞാനിത് വിട്ടുപോകാതെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈയിടെ ഞാൻ നമ്മുടെ തലശ്ശേരി ധർമ്മടം കേട്ടിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ മുഖ്യമന്ത്രിയുടെ മണ്ഡലം. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ഈ ധർമ്മടത്ത് വെച്ച് ഷൂട്ട് ചെയ്തു. അതിന് കാരണം, ഞാൻ മുമ്പ് പലപ്പോഴും പറയാറുള്ള TH കോടമ്പുഴ എന്നൊരു പത്രപ്രവർത്തകരെ കുറിച്ച് പറയാറില്ലേ, സിനിരമ. അവിടെ വെച്ച് ഞാൻ പരിചയപ്പെട്ട ഒരു സുഹൃത്താണ് മിസ്റ്റർ മൊയ്തൂട്ടി. അദ്ദേഹം പിന്നീട് അന്ന് ഫ്രീലാൻസ് റൈറ്ററായിരുന്നു. അദ്ദേഹമാണ് എന്നെ ഈ ധർമ്മടം എന്ന ലൊക്കേഷനെ കുറിച്ച് പറയുന്നത്. പിന്നീട് അദ്ദേഹം അബുദാബിയിൽ ഗവൺമെൻറ് സർവീസിലൊക്കെ വർക്ക് ചെയ്തു. ഇപ്പം നാട്ടിലുണ്ട്. നമ്മുടെ കൂത്തുപറമ്പാണ്, നമ്മുടെ ശ്രീനിവാസൻ്റെയൊക്കെ സുഹൃത്താണ്. അടുത്ത ആൾക്കാരാണ് അവർ. ഈ ശ്രീനിവാസനെയൊക്കെ ഞാൻ പരിചയപ്പെടുന്നതും ഈ മൊയ്തൂട്ടിയിലൂടെയാണ്. അപ്പോൾ ഈയിടെ മൊയ്തൂട്ടിയുടെ ഒരു ബന്ധുവിൻ്റെ ഒരു വിവാഹ ചടങ്ങിന് ഞാനവിടെ പോയി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സാജൻ ഈ സ്ഥലമൊക്കെ ഓർമ്മയുണ്ടോ? ഞാൻ ചെയ്താ ധർമ്മടം. ഞാൻ പറഞ്ഞു, ധർമ്മടം ഓർമ്മയുണ്ടോ, ഒന്ന് പോകണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പോയാൽ കൊള്ളാം. അങ്ങനെ ധർമ്മടം എന്ന സ്ഥലത്ത് പോയപ്പോൾ അന്ന് കടലിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലം, ഒരു നല്ലൊരു സ്ഥലമാണ് എന്നെ കൊണ്ട് കാണിച്ചത്. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ കോവളം പോലെ ഇരിക്കും. അപ്പുറത്തൊരു ദ്വീപാണ്. അത് അവിടുത്തെ പ്രത്യേകത വെച്ചാൽ ഈ വേലിയേറ്റം വേലിയിറക്കം എന്ന് പറഞ്ഞ മാതിരിയും രാവിലെ വെള്ളം മുഴുവൻ വലിഞ്ഞ് നമ്മൾ നടന്ന് ആ ദ്വീപിലേക്ക് പോകാം. ഉച്ച കഴിഞ്ഞാൽ പിന്നെ അവിടെ അകപ്പെട്ട് വയ്ക്കൽ വരാൻ പറ്റില്ല, അത്ര വെള്ളം കയറും. അതൊരു സവിശേഷത. നല്ല വെള്ളം, മണൽ. അവിടെ ഞാനൊരു പാട്ടെടുത്തു, പൂവും നീരും പെയ്യുന്നു മാനൊന്ന്. ഇഷ്ടപ്രാണേശ്വരി എന്ന സിനിമയെ കുറിച്ചുള്ള കാര്യമാണ് പറയുന്നത്. അതിൻ്റെ നായികയാണ് ഈ ശോഭ. അതുകൊണ്ടാണ് ഇത്രയും വിശദമായി പറയുന്നത്. ജോസായിരുന്നു നായകൻ. പിന്നെ PK അബ്രഹാം ഉണ്ടായിരുന്നു, കാഞ്ചന ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ അഭിനേതാക്കളുണ്ടായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. നിർമ്മാതാവ് ഒരു തെലുങ്കൻ, ഒരു യൂണിയൻ ബാങ്കിലെ മാനേജറായിരുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ കഥയായിരുന്നു. ഏതോ ഒരു സസ്പെൻസ് സ്റ്റോറി ആയിരുന്നു. കേട്ടപ്പോൾ കൊള്ളാം. പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹത്തിന് സഹായിക്കാമെന്ന് പറഞ്ഞിരുന്ന ആളുകൾ സഹായിച്ചില്ല. 7-8 ദിവസം കൊണ്ട് പടം മുടങ്ങിപ്പോയി. അന്ന് ഞങ്ങൾ തലശ്ശേരിയിൽ വിക്ടോറിയ ഹോട്ടൽ, കടലിനോട് ചേർന്നപ്പോഴും ഞാൻ ഇവിടെ കണ്ടിരുന്നു. ആ ഹോട്ടലായിരുന്നു താമസം. അന്ന് ശോഭയുടെ കൂടെ വന്നിരുന്ന അമ്മ പ്രേമയായിരുന്നില്ല. അത് ആ കുട്ടിയുടെ അമ്മാവനായിരുന്നു, അമ്മയുടെ സഹോദരൻ. ശാലിനി എൻ്റെ കുട്ടിയായിരുന്നു. നല്ല ശാലിനിയായ കുട്ടി, നല്ല അഭിനയമാണ്. അപ്പോൾ എനിക്ക് ആ കഥയ്ക്ക് ഞാൻ പെട്ടെന്ന് നമ്മുടെ നിർമ്മാതാവിന് പറഞ്ഞു, ഈ കഥയ്ക്ക് നല്ലത് ശോഭയായിരിക്കും എന്ന് പറഞ്ഞു. ജോസ്, ശോഭ, PK അബ്രഹാമൊക്കെ അഭിനയിച്ചു. അങ്ങനെ ആ ധർമ്മടത്തെക്കുറിച്ച് ഓർത്തപ്പോഴാണ് എനിക്ക് ശോഭയെക്കുറിച്ച് സംസാരിക്കാൻ തോന്നിയതും. അതിനെക്കുറിച്ച് എന്നാൽ ശരി, ഈ പ്രാവശ്യം നിങ്ങളോടൊപ്പം അതുമായിട്ടുള്ള അനുഭവം പങ്കുവയ്ക്കാം. ഇഷ്ടപ്രാണേശ്വരി എന്നുള്ള സംഭവം 7-8 ദിവസം അവിടെ ഷൂട്ടിങ് കഴിഞ്ഞെങ്കിലും പിന്നീട് മദ്രാസിലെ അരുണാചലം സ്റ്റുഡിയോയിൽ സെറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ കൂടെ രക്ഷകർത്താവായിട്ട് വന്നത് ഈ അമ്മാവനോ അമ്മയായിരുന്നില്ല. ഞാൻ നോക്കിയപ്പം ഒരു ക്യാമറമാൻ പരിചയമുള്ള ആൾ ബാലു മഹേന്ദ്രയായിരുന്നു ഈ കുട്ടിയുടെ കൂടെ അന്ന് രക്ഷകർത്താവായിട്ട് വന്നിരുന്നത്. ഞാൻ ഒരിക്കൽ പ്രേമ ചേച്ചിയോട് ചോദിച്ചു, എന്താ ചേച്ചി എന്താ വരാത്തെന്ന് ചോദിച്ചു. അത് പിന്നെ പറയാൻ സാജ എന്ന് പറയുന്നു. എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ കുട്ടിയുടെ കാര്യം, അത് ക്യാമറാമാൻ ലക്ഷ്മൺ ഗോറെ എന്ന് പറഞ്ഞ ഫേമസ് ക്യാമറാമാനായിരുന്നു. അപ്പോൾ ക്യാമറാമാനെ കാണാൻ വരുന്ന രീതിയിലാണ് പുള്ളി വരുന്നത്. ലക്ഷ്മൺ ഗോറെ എന്ന് പറയുന്നത് നമ്മുടെ മദനോത്സവമൊക്കെ എടുത്ത വില്യംസിൻ്റെ ഗുരു.
അതും കാരണം ഞാൻ ലക്ഷ്മൺ കോറെ ക്യാമറ വയ്ക്കാൻ കാരണം ഞാനും വില്യംസും കുറേയധികം സിനിമ അസോസിയേറ്റഡ് ആയിട്ട് ശങ്കരൻ നായരോട് വർക്ക് ചെയ്യുമ്പോൾ ചുവന്ന ചിറകുകൾ സിനിമയിൽ ഞാനും വില്യംസും അല്പം ഉരസലുണ്ടായി. അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ കുറേ കാലം പിടിച്ചു വന്നു. സാറ് പറയും, സാജ നല്ല ക്യാമറാമാനാണ്, ഒരു മുൻകോപിയാണ്, ചുണ്ടിക്കാരനാണ്, സാജനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, എങ്കിലും ക്ഷമയ്ക്കൊരു പരിധിയൊക്കെ ഇല്ലേ. കുറേ സിനിമകൾക്ക് ശേഷം ഞാൻ അദ്ദേഹമായിട്ട് തെറ്റിപ്പിക്കേണ്ടി വന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ ഞാൻ കരുതി, എന്നാൽ എൻ്റെ സിനിമയിൽ ഇഷ്ടപ്രാണേശ്വരി എന്ന സിനിമയിൽ ക്യാമറാമാനായിട്ട് ഇയാളെ ഗുരുവിനെ തന്നെ വയ്ക്കാതെ വിചാരിച്ചു. അങ്ങനെയാണ് ലക്ഷ്മൺ കോറെ. ഈ ബിപിൻ ദാസ്, ലക്ഷ്മൺ കോറെ സാർ ഇവർക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചരിത്രങ്ങൾ, ഇതിഹാസങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ഇത് പ്രത്യേക ഒരു പെയിൻറ്റിങ്ങാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചില ക്യാമറമാന്മാരുള്ളത്. അതിൽ അഗ്രഗണ്യനാണ് ലക്ഷ്മൺ കോറെ സാറ്, ബിപിൻ ദാസ്, ഈ വില്യംസ് മുമ്പ് ശങ്കരൻ നായർ സാറുടെ ഒപ്പം ഡോക്യുമെൻ്ററി എടുക്കാൻ കൂടിയ ആളാണ്. അപാര ഫോട്ടോഗ്രാഫറാണ് പുള്ളി, നല്ല ഫോട്ടോഗ്രാഫർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലക്ഷ്മൺ കോറെ സാറെ വെച്ചു. അപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിക്കാനായിട്ട് ബാലു മഹേന്ദ്ര വരുന്നതാണ് ഞാൻ കരുതിയത്. പിന്നീടാണ് മനസ്സിലിരുന്നത് ഇവർ തമ്മിൽ എന്തോ ചെറിയ ബന്ധമുണ്ടെന്നും പിൽക്കാലത്ത് ഒരു വിവാഹിതരായോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും സംശയമാണ്. പക്ഷേ ഒരുമിച്ചായിരുന്നു ഒരു താമസം. അത് മദ്രാസിൽ അശോക് പില്ലാറിൻ്റെ അടുത്തൊരു വീട്, അവിടെയായിരുന്നു പ്രേമ ചേച്ചിയെ ഞാൻ കാണാൻ പോയിരുന്നത്. മിസ്റ്റർ കെ പി മേനോൻ, അദ്ദേഹം ഒരു സാത്വികനാണ്, കൂടുതൽ സംസാരിക്കില്ല. അച്ഛൻ എന്തോ ഒരു മിതഭാഷി, ഒരു സാത്വികൻ. പ്രേമ ചേച്ചി അങ്ങനെയാണ്, നല്ലൊരു സ്ത്രീ. അവർ ചെറുപ്പത്തിലെ അഭിനയിക്കാനൊക്കെ വന്നു, നല്ല അഭിനേത്രിയല്ലേ. അവർ ചെറുപ്പത്തിലെ അഭിനയിക്കാൻ വന്ന ആളായതുകൊണ്ടാണ് മകൾക്ക് ഇങ്ങനെ നല്ലൊരു ചാൻസ് കിട്ടിയതും സിനിമയിൽ ബാലതാരമായിട്ട് വന്നതും. പിന്നീട് ബാലേന്ദ്ര മേനോൻ്റെ ഉത്രാട രാത്രിയിലാണ് ഈ കുട്ടി മലയാളത്തിൽ നായികയായിട്ട് വരുന്നത്. പിന്നെ ഓർമ്മകൾ മരിക്കുമോ, ശാലിനി എൻ്റെ കൂട്ടുകാരി, പിന്നീട് ഏകാകിനി, ഇങ്ങനെ കുറേയധികം സിനിമകളിലെ കുട്ടി നല്ല പെർഫോമൻസ്. 16-ാമത്തെ വയസ്സിലാണ് കുട്ടി ഇത്രയും അഭൂതപൂർവമായ അഭിനയ പാഠം കാഴ്ചവെക്കുകയും 17-ാമത്തെ വയസ്സിൽ പശി എന്ന സിനിമയെ ദേശീയ അവാർഡ് വാങ്ങിയ ആളാണ്. അതിനു മുമ്പ് ഓർമ്മകൾ മരിക്കുമോ എന്ന ചിത്രത്തിൽ സഹനടി, അടുത്ത വർഷം 1978 കേരള സംസ്ഥാന ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ്, ഇങ്ങനെ ഒട്ട് അവാർഡുകൾ, ഏതാണ്ട് 45 ചിത്രങ്ങളെ മറ്റോ കുട്ടി അഭിനയിച്ചത്, എല്ലാം ഒന്നിനൊന്ന് മെച്ചം. അത്രയുള്ള നടി ഈ ചെറുപ്രായത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതൊരു ദുരൂഹതയായിരുന്നു. അത് ബാലു മഹേന്ദ്രനായിട്ടുള്ള ആ കുടുംബത്തോടുള്ള അടുപ്പം പ്രേമ ചേച്ചിയുമായിട്ടായിരുന്നു ബാലു മഹേന്ദ്രയ്ക്ക് ആദ്യം അടുപ്പം ഉണ്ടായിരുന്നതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പിന്നീട് മകളിലേക്ക് മാറി. നമുക്കറിയാത്ത വസ്തുത പറയേണ്ട, എങ്കിലും കേട്ടുകേൾവിയാണേ. എങ്കിലും അതിനെക്കുറിച്ചൊരു ചെറിയൊരു വിവരണം ഞാൻ കുറച്ച് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, വായിക്കാം. നടി ശോഭ 16-ാം വയസ്സിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ച ശോഭയുടെ ദുരൂഹ മരണവും ജീവിതവും. 1962 സെപ്റ്റംബർ 23-നാണ് മഹാലക്ഷ്മിയുടെ ജനനം. മഹാലക്ഷ്മി എന്ന് പറയുന്നത് നമ്മുടെ ശോഭയുടെ മുമ്പുള്ള പേരാണ് മഹാലക്ഷ്മി. യഥാർത്ഥ പേര് മഹാലക്ഷ്മി എന്നാണെങ്കിലും സിനിമയിലേക്ക് ചിലരൊക്കെ ഈ പേരുകൾ മാറ്റുമല്ലോ. 17-ാം വയസ്സിൽ ജീവിതം അവസാനിപ്പിച്ച ശോഭ ജീവിതത്തിൽ പ്രസന്നവതിയായിരുന്നു എന്നാണ് അവരുമായിട്ടുള്ള അടുത്തുള്ള ആൾക്കാർ മുഴുവൻ പറയുന്നതും എനിക്ക് കണ്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതുമായിരുന്നു. അത് തന്നെ നമ്മൾ തലശ്ശേരിയിൽ ഷൂട്ടിംഗ് സമയത്ത് വൈകുന്നേരം ഷൂട്ടിംഗ് കഴിഞ്ഞാൽ അത് അതിൻ്റെ മുറിയിൽ വന്നിരുന്ന് പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുക. ആരുമായിട്ടും പ്രത്യേകിച്ച് ഒരു ബഹളത്തിനോ ഒന്നിനും പോകാത്തൊരു മിതഭാഷി എന്ന് തന്നെ പറയാം. സംസാരിക്കില്ല, അങ്ങനത്തെ നല്ല കുട്ടി. വളരെ ആഘോഷപൂർവ്വം എല്ലാവരോടും പെരുമാറുന്ന ഒരു പെൺകുട്ടി, സന്തോഷത്തോടു കൂടി മാത്രം കാണപ്പെടുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഊർജ്ജസ്വലയായ ഈ ശോഭ എല്ലാവരോടും വളരെ വിനയത്തോടു കൂടിയാണ് പെരുമാറുന്നത്. സത്യമാണത്. ഞാനത് എഴുതി വെച്ചതാണെങ്കിലും ആരോ ഒരു നോട്ടീസ് കൊടുത്തല്ലോ, അതിന് ഞാൻ നോട്ട് ചെയ്തതാണ്. നടി പ്രേമയുടെയും കെ പി മേനോൻ്റെയും മകളായിട്ടാണ് 1962 സെപ്റ്റംബർ 23-ന് മഹാലക്ഷ്മി ജനിക്കുന്നത്. മഹാലക്ഷ്മിയുടെ ജീവിതം മുഴുവൻ സിനിമയായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. അമ്മ പ്രേമ അറിയപ്പെടുന്ന നടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ബാല്യത്തിൽ തന്നെ ക്യാമറയ്ക്ക് മുന്നിലെത്താൻ മഹാലക്ഷ്മിക്ക് ഒരു പ്രയാസം ഉണ്ടായില്ല. നിരവധി സിനിമകളിൽ ബാലതാരമായി മഹാലക്ഷ്മി അഭിനയിച്ചു. JP ചന്ദ്രഭാനു സംവിധാനം ചെയ്ത തട്ടുങ്കൽ തിറക്കപ്പെടും എന്ന തമിഴ് ചിത്രത്തിലാണ് ശോഭയുടെ അല്ലെങ്കിൽ അഥവാ ഈ മഹാലക്ഷ്മിയുടെ താര ഉദയം. ആ അരങ്ങേറ്റം തെറ്റിയിട്ടില്ല കേട്ടോ. പിന്നീട് അവസരങ്ങളുടെ മേൽ അവസരം ആയി ഉദ്യോഗസ്ഥ എന്ന സിനിമയിൽ ബാലതാരമായി. അങ്ങനെ ബാലതാരമായി നിരവധി ചിത്രങ്ങളിൽ 10-12ഓളം ചിത്രങ്ങളിൽ ശോഭ അഭിനയിച്ചു. മലയാളത്തിൽ ശോഭ ആദ്യമായി അഭിനയിക്കുന്നത് ബാലേന്ദ്ര മേനോൻ്റെ ഉത്രാടരാത്രി എന്ന സിനിമയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 1978-ലാണ് ഉത്രാടരാത്രി റിലീസായത്.
ഈ സിനിമയിലാണ് മഹാലക്ഷ്മി ശോഭയായത്, ഇതിലാണ് കേട്ടോ. പിന്നെ ഇന്ത്യൻ സിനിമയുടെ ഉയരങ്ങൾ കീഴടക്കിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. വെറും 17 വയസ്സിൽ 45ഓളം ചിത്രങ്ങളിൽ ശോഭ വേഷമിട്ടു. പിന്നെ മലയാളത്തിൽ വയനാടൻ തമ്പാൻ, ഉത്രാടരാത്രി, ഉൾക്കടൽ, ഏകാകിനി, ഓർമ്മകൾ മരിക്കുമോ, ബന്ധനം, വേനലൊരു മഴ, ശാലിനി എൻ്റെ കൂട്ടുകാരി, ദ്വീപ് തുടങ്ങിയ ഒത്തിരി സിനിമകളിൽ ഈ കുട്ടി അഭിനയിച്ചു കേട്ടോ. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള കഥാപാത്രങ്ങളാണ്. ജീവിക്കുകയാണെന്ന് പറയാം, ക്യാമറ മുമ്പിൽ ഈ കുട്ടി ജീവിക്കുകയാണ്. തമിഴിൽ നിഴൽ നിജമാകിറത്, വീട് ഒരു പുലകം, മുള്ളും മലരും, പശി, അഴിയാത കോലങ്ങൾ എന്ന ചിത്രങ്ങളാണ് എടുത്തു പറയുന്ന തമിഴ് ചിത്രങ്ങൾ. ഇതിൽ ദൊര എന്നൊരു സംവിധായകൻ റിയലിസ്റ്റിക് ചിത്രങ്ങൾ എടുക്കുന്ന ഒരു സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ പശി എന്ന ചിത്രത്തിലാണ് ഈ കുട്ടിക്ക് ദേശീയ അവാർഡ്, അതായത് ഉർവശി അവാർഡ് കിട്ടുന്നത്. അത്ര നല്ല പെർഫോമൻസ് ഞാൻ കണ്ടു. അതിമനോഹരമായ ഒരു ചിത്രമാണ് പശി. ഇത് നിങ്ങൾക്ക് യൂട്യൂബിൽ കണ്ടാൽ അറിയാം ഇത്ര മനോഹരമായിട്ടാണ് ഈ കുട്ടി അതിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. ദൊര എന്നുള്ള സംവിധായകൻ്റെ നല്ല ചിത്രമാണത്. പിന്നെ കന്നഡയിലും ഒക്കെ കുട്ടി അഭിനയിച്ചിട്ടുണ്ട്. 3 ഭാഷകളിൽ, തമിഴിലും കന്നഡയിലും മലയാളത്തിലും ഒക്കെ പുള്ളിക്കാരത്തി അഭിനയിച്ചു. ശോഭ എന്ന കൗമാരക്കാരുടെ ജീവിതം ഇരുളുള്ളതാണ് എന്നാണ് അവരെക്കുറിച്ച് അറിയുന്ന ചില ആൾക്കാർ പറയുന്നത്. പക്ഷേ നമ്മൾ കാണുമ്പോൾ അങ്ങനെ ഒന്നും തോന്നിയിരുന്നില്ല. ഇതൊരു മൂകമായ രീതി ആ കുട്ടിക്കുണ്ടായിരുന്നു. എന്തോ പറയുമല്ലോ, തനിയെ ഇരുന്ന് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പറയുമല്ലോ എന്തോ രോഗം, വിഷാദ രോഗം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സംഭവം എന്തോ ഉണ്ടെന്ന് പിന്നീട് പറയുന്നു. ഏതായാലും പൊതുജീവിതത്തിൽ അവർ എല്ലാവരുമായും നല്ലോണം ഇടപെട്ടു. പക്ഷേ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് ദുരൂഹതകൾ അവശേഷിപ്പിച്ച നടിയായിരുന്നു ശോഭ. തൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള സംവിധായകനും ഛായാഗ്രഹനുമായ ബാലുമഹേന്ദ്രയുമായിട്ടുള്ള ബന്ധം വലിയ വിവാദമായി. ശോഭയും ബാലുമഹേന്ദ്രയും തമ്മിൽ 1978 വിവാഹം കഴിച്ചിരുന്നു എന്ന് പറയുന്നു. ചിലർ പറയുന്നു അങ്ങനെ വിവാഹം കഴിച്ചില്ല, ഇപ്പോൾ ലിവിങ് ടുഗദർ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയായിരുന്നു. ഈ ബാലുമഹേന്ദ്ര ഫേമസ് ക്യാമറമാനാണ്, നല്ല ക്യാമറമാനാണ്. അദ്ദേഹം സിലോൺ സിറ്റിസൺഷിപ്പുള്ള ആളാണ്. അദ്ദേഹത്തിന് ഭാര്യയും മക്കളുള്ളതാണ്. അച്ഛൻ്റെ പ്രായമുണ്ട്, പക്ഷേ ഈ ചെറുപ്രായത്തിൽ ഈ കുട്ടിക്ക് പ്രായം തോന്നില്ല. മാത്രമല്ല കൂടുതൽ കെയറിങ്. ചില ക്യാമറമാരൊക്കെ കൂടുതൽ കെയർ ആ ലൈറ്റൊക്കെ വെച്ച് അങ്ങനെ ഈ നല്ല മനോഹരം എന്നൊക്കെ പറയുമ്പം അറിയാതെ തന്നെ കൊച്ചുകുട്ടിയല്ലേ, അങ്ങനെ അദ്ദേഹത്തോട് ഒരു ആരാധന പിന്നീട് പ്രേമമായത്തിലുണ്ടാവാം. അല്ലെങ്കിൽ അച്ഛൻ്റെ പ്രായമുള്ള ഒരാളിനെ വിവാഹം കഴിക്കാൻ സമ്മതിക്കും. എന്നിട്ട് അദ്ദേഹം തനിയെ വീടെടുത്ത് താമസിച്ചിരുന്നു. പക്ഷേ ചില ദിവസങ്ങളിൽ ഇദ്ദേഹം വരാറില്ലായിരുന്നു. അങ്ങനെ എന്തോ കുട്ടിക്ക് ഏകാന്തത അനുഭവപ്പെട്ടതിൻ്റെ പേരിലാണ് ജീവിതം അവസാനിപ്പിച്ചതെന്നും പറയപ്പെടുന്നു. പക്ഷേ ഇന്ന് വരെ ഇപ്പം 45 വർഷത്തോളം ആയി. ഇന്ന് വരെ ആ കേസ് കൊലപാതകമാണോ അതോ ആത്മഹത്യയാണോ എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ബാലുമഹേന്ദ്രയെ പോലും പലതവണ പോലീസ് വിളിപ്പിച്ചു, ചോദ്യം ചെയ്തു. ആ സമയത്തൊന്നും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. കറക്റ്റ് അദ്ദേഹം പറഞ്ഞിരുന്നു. നമ്മുടെ മലയാള സിനിമയുടെ അവാർഡ് ജൂറി കമ്മിറ്റി ചെയർമാനായിരുന്നു. പിന്നീട് ഈ അടുത്ത കാലത്താണ് അദ്ദേഹം മരണപ്പെട്ടത്. നല്ല ക്യാമറമാനാണ് പുള്ളി. യാത്ര എന്നൊരു സിനിമയില്ലേ, അതൊക്കെ ബാലുമഹേന്ദ്ര ഡയറക്റ്റ് ചെയ്ത പടങ്ങളാണ്. പ്രക്കാട്ട് ഫിലിംസിൻ്റെ ഉഗ്ര പടമാണ്. അത് നല്ല ഡയറക്ടറായിരുന്നു, നല്ല ക്യാമറമാനായിരുന്നു. എവിടെ താളം തെറ്റി എന്നുള്ളത് ആർക്കും അറിയില്ല. അങ്ങനെ സംഭവിച്ചു പോയി. ഏതായാലും സംഭവിച്ചു പോയി എന്നല്ലേ പറയണം. നമുക്ക് നല്ലൊരു അഭിനേത്രി നഷ്ടപ്പെട്ടു, നല്ലൊരു കുട്ടി. പിന്നീട് ഇതിൻ്റെ കുട്ടിയുടെ മരണത്തിന് ശേഷം അച്ഛൻ എവിടെ പോയി എന്നറിയില്ല. പ്രേമ ഒറ്റപ്പെട്ടു പോയി. പ്രേമയും പിന്നീട് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. ഇത് നോക്കിക്കോളണം, എന്ത് കഷ്ടമാണ്. അതായത് പൊന്നെ പോറ്റി എന്ന് പറഞ്ഞ് വളർത്തില്ല. ആ കുട്ടിയുടെ മരണം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമോ? അമ്മയാണ് ഈ ബാലുമഹേന്ദ്രയുമായിട്ട് ബന്ധം സ്ഥാപിച്ചിരുന്നതെന്നാണ് ആൾക്കാർ പറയുന്നത്. അതാണല്ലോ വഴിവെച്ചു കൊടുത്തത്. എന്തായാലും നമുക്ക് നല്ലൊരു നടി നഷ്ടപ്പെട്ടു, ആ അമ്മയ്ക്ക് നല്ലൊരു മകളെ നഷ്ടപ്പെട്ടു. ഇതേ പേരിൽ ഈ സംഭവത്തിൽ അന്നൊരു സിനിമ മലയാളത്തിൽ വന്നിരുന്നു. അതിൽ ഇന്നസെൻറ്റും ഡേവിഡ് കച്ചപ്പള്ളിയും നിർമ്മിച്ച ചിത്രമാണ് ലേഖയുടെ മരണം ഫ്ലാഷ് ബാക്ക്. ലേഖയായിട്ട് അഭിനയിച്ചത് നളിനി, എൻ്റെ സ്നേഹമുള്ള സമയത്തിലെ നായിക നളിനി. അമ്മയായിട്ട് അഭിനയിച്ചത്, അതായത് പ്രേമച്ചേച്ചിയായിട്ട് അഭിനയിച്ചത് പഴയ നടി ശുഭ. നന്നായിട്ട്. പക്ഷേ അതിൽ ശുഭ അത് കാണിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരു വിഷമമുണ്ടാക്കുന്ന സംഭവമാണ്. അതായത് അമ്മ മകളെ കൊണ്ടുപോയിട്ട് പല പ്രൊഡ്യൂസർമാർക്കും ഡയറക്ടർമാർക്കും പരിചയപ്പെടുത്തുന്ന മോശമായ രീതിയിൽ മകളെ അവരെ പരിചയപ്പെടുത്തുന്ന രീതിയൊക്കെ ആ സിനിമയിൽ കാണിച്ചിരുന്നു. KG ജോർജിനെ പോലൊരു നല്ല സംവിധായകനിൽ നിന്നും ഇങ്ങനെ സിനിമ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു ലേഖയുടെ മരണം, ഒരു ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞിട്ട്. മാത്രമല്ല ആ കാലത്ത് ബാലുമഹേന്ദ്രയും ഈ ശോഭയായിട്ടുള്ള വിവാഹം തമിഴ് ജനതയ്ക്കോ മലയാള ജനതയ്ക്കോ ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം നല്ലൊരു നടിയോ കൊച്ചു പെൺകുട്ടിയെ ഇദ്ദേഹം കൊണ്ടുപോകാൻ കഴിച്ചു പറയുമ്പോഴത്തേ ആളൊക്കെ ഒരു വിഷമം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സിനിമയിൽ കഥാനായകൻ ആയ ഭരത് ഗോപിയായിട്ടാണെന്ന് തോന്നുന്നു അതിനകത്ത് അഭിനയിച്ചത്.
പിന്നെ മമ്മൂട്ടിയൊക്കെ ആ ചിത്രത്തിലുണ്ടെന്ന് തോന്നുന്നു. അതെ, ഏതായാലും ഞാൻ ആ പടം കണ്ടിരുന്നു, വർഷങ്ങളായി. അപ്പോൾ ഈ കുട്ടിയും ഈ അമ്മയുമാണ് തെറ്റുകാർ എന്ന രീതിയിൽ ആ സിനിമ വന്നു. ബാലു മഹേന്ദ്ര നിരപരാധിയായിരുന്നു എന്നൊക്കെ ആയിരിക്കാം. അങ്ങനെയല്ലേ പറയാം. കാരണം പോലീസ് ഒരിക്കലും ആരാണ് കുറ്റവാളിയെന്ന് കണ്ടുപിടിക്കാത്രത്തോളം കാലം അങ്ങനെ എന്തൊരു തീരുമാനത്തിൽ എത്താൻ പറ്റുള്ളൂ. ഏതായാലും ലേഖയുടെ മരണ ഫ്ലാഷ് ബാക്ക് കെ ജോർജ് എടുക്കാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ ഉൾപ്പെടെയുള്ള സിനിമാക്കാർക്ക് തോന്നിയിരുന്നു. ആരോട് പറയാൻ. പക്ഷേ ആ പടം ഒരു വമ്പിച്ച നഷ്ടമായിരുന്നു. ഇന്നസെൻ്റ് തന്നെ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. ഇന്നസെൻ്റിനെ പ്രത്യേകം തോന്നിയിരുന്നു ആ പടം എടുക്കേണ്ടിയിരുന്നില്ല എന്ന്. ഇത്തരത്തിലായൊരു ക്ലൈമാക്സ് എന്ന ഇന്നസെൻ്റിനോ ഡേവിഡ് കാച്ചപ്പള്ളി അറിഞ്ഞിരുന്നില്ല എന്നും പറഞ്ഞിരുന്നു. കാരണം ഒരു ഇന്നസെൻ്റായ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ മോശമാക്കിയ സ്വന്തം അമ്മയാണ് സിനിമാക്കാർ കാഴ്ചവെച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സിനിമാക്കാർക്ക് തന്നെ മോശമല്ലേ? ഇത്ര പവിത്രമായ രീതിയിൽ പോകുന്ന ഒരു ജീവിതം മോശമായിട്ട് ചിത്രീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് റിയൽ ലൈഫിനെയും ബാധിക്കും. നമുക്ക് സിനിമാക്കാർക്ക് മൊത്തത്തിലൊരു ആക്ഷേപമാണ്. പണ്ടത്തെ ആൾക്കാർ പറയാനില്ല, അയ്യോ സിനിമയിലെ മോശമാണ്. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ സിനിമയിൽ വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? നല്ല ഡോക്ടറേറ്റ് നേടിയ നല്ല പെൺകുട്ടികൾ, നല്ല തറവാട്ടിൽ പറഞ്ഞ നല്ല കുട്ടികൾ, ഇംഗ്ലീഷ് കോൺവെൻറ്റിലും അവിടെ പഠിച്ച് നല്ല അച്ഛനമ്മമാരുടെ മക്കൾ നല്ല രീതിയിൽ വരുന്നു, പെർഫോം ചെയ്യുന്നു, സുഖമായിട്ട് അഭിനയിക്കുന്നു. ഏതായാലും ഞാൻ ഇനി കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ കൊച്ചു ശോഭയുടെ ഓർമ്മ അടുത്ത മെയ് 1-ാം തീയതിയാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം. ഇനി കൂടുതലൊന്നും പറയാനില്ല. ഇന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ശോഭയുടെ ജീവിതം ഇങ്ങനെ ആയതിലുള്ള അല്പം വിഷമം കൂടി പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. എന്നും നമ്മുടെ ഓർമ്മകളിൽ ഈ കുഞ്ഞു ശോഭ, ഈ കുഞ്ഞു സഹോദരി വരട്ടെ എന്നും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി വേറെ ഒന്നും പറയാനില്ല. നന്ദി, നമസ്കാരം.